എത്ര കണ്ടാലും മതിവരാത്ത എപ്പോൾ ഇട്ടാലും ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കോമഡികളുടെ രാജാവ് പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി ഓർമ്മയായിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ദിനം തുടങ്ങുന്നത്. നമുക്കറിയാം, മിസ്റ്റർ പോഞ്ഞിക്കരയാണെങ്കിലും പ്യാരിയാണെങ്കിലും അതുപോലെ എത്രയോ സിനിമകൾ, 18 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അതിൽ ഒട്ടുമിക്കതും ഹിറ്റ് സിനിമകളാണ്. ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ പ്രിയ കലാകാരൻ വിട പറഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖവും. ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചിരിക്കുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 12:30യോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് ചേരുന്നത്. രഞ്ജിത്ത്, അത്യന്തം ദുഃഖകരമായ വാർത്ത. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്. പക്ഷേ ആ ദുഃഖവാർത്ത ഇന്നലെ 12:30യോടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ്? സംസ്കാരം എപ്പോഴാണ്? ഇന്നലെ രാത്രി 12:30ക്കാണ് അശ്വതി മലയാള സിനിമയുടെ ഹിറ്റ്മാൻ, അതായത് നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ മലയാളികളെ കുടുകുട ചിരിപ്പിച്ച സംവിധായകൻ, 21ാം നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിക്കുകയും മലയാളികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും ചെയ്ത സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഷാഫി എന്നാണ്. അതായത് ഷാഫി തിരശീലയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, അതിപ്പോൾ നമ്മുടെ മെഗാതാരം മമ്മൂട്ടിയെ പോലും കോമഡി പറയിപ്പിച്ച് ഹിറ്റടിപ്പിച്ച സംവിധായകനാണ് ഷാഫി എന്ന് ഓർക്കുമ്പോഴാണ്. മമ്മൂട്ടി കോമഡി പറയുന്നത് വളരെ ചുരുക്കം സിനിമകളിലാണ്. അതും കോമഡി പറയുന്ന സിനിമകൾ വൻ ഹിറ്റുകളായതും വളരെ ചുരുക്കം സിനിമകളാണ്. മമ്മൂട്ടിയുടെ മായാവി എന്ന സിനിമ എത്ര നാൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടി എന്നുള്ളത് ഇപ്പോഴും, ഒപ്പം ടെലിവിഷനിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ കൂടിയാണ് മായാവി എന്നുള്ളതാണ്. ഒപ്പമാണ് ദിലീപിനെ പോലെയുള്ള താരങ്ങൾക്കൊപ്പം 2014 വരെ അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു. ഒരേ സമയം അദ്ദേഹത്തിന്റെ 3 സിനിമകൾ വരെ തിയേറ്ററിൽ ഹിറ്റുകളായി ഓടിയ ചരിത്രം കൂടി ഷാഫിക്ക് ഇതിനോട് ചേർത്ത് വെക്കാനുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഷാഫി എന്ന സംവിധായകൻ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു കലാകാരൻ തന്നെയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. അദ്ദേഹത്തിന്റെ അവസാന സമയത്തൊക്കെ കഴിഞ്ഞ 7 ദിവസമായി അദ്ദേഹത്തിന്റെ ജീവനും മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന തരത്തിലാണ് പുറത്ത് വാർത്തകൾ വന്നത്. സിനിമാക്കാരെല്ലാം, സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബി ഉണ്ണികൃഷ്ണന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, മിനിഞ്ഞാന്ന് രാത്രി അദ്ദേഹം പറഞ്ഞിരുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ ഷാഫി തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണത്തിന് കാരണമായത്. തുടർച്ചയായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ നിരന്തരം അലട്ടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വളരെ ചെറിയ ഇന്റേണൽ ബ്ലീഡിങ് ആദ്യഘട്ടത്തിൽ, തലച്ചോറിൽ രക്തസ്രാവം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് അത് ഗുരുതരമാവുകയും തുടർച്ചയായി ചികിത്സകൾ അദ്ദേഹം വിധേയമാവുകയും ഒക്കെ ആയിരുന്നു. പിന്നീടാണ് മരണം സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. നമുക്കറിയാം, ഷാഫി എന്ന സംവിധായകൻ ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും, അത് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കാത്തിരിക്കാനുണ്ട്. 56 വയസ്സിനുള്ളിൽ അദ്ദേഹം ഈ കല്യാണരാമനും പുലിവാൽ കല്യാണവും തൊമ്മനും മക്കളും മായാവിയും മേരിക്കൊണ്ടൊരു കുഞ്ഞാടും 2 കൺട്രീസും ഒക്കെ തിയേറ്ററുകളിൽ സൃഷ്ടിച്ച ചിരി മഴകൾ അത് ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറയാനും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനും ഒക്കെ ഷാഫിയുടെ ടച്ച്, അത് ഷാഫി എന്ന സംവിധായകന്റെ പേര് തിയേറ്ററുകളിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള കയ്യടികൾ ഉയർന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 18 സിനിമകൾ, 24 വർഷം നീണ്ട കരിയറിൽ 18 സിനിമകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു. തുടർച്ചയായി 6 ഹിറ്റുകൾ, അതായത് 1995 രാജസേനന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം തന്റെ കരിയറിന് തുടക്കം കുറിക്കുകയും മറ്റും ചെയ്തത്. പിന്നീട് റാഫി മക്കാട്ടിന്റെ സിദ്ദിഖ് അടക്കമുള്ളവർ സഹായി അദ്ദേഹം മാറുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അങ്ങനെ മലയാള സിനിമയുടെ കൊച്ചിയുടെ ഒരു പരമ്പരയുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ സിദ്ദിഖ്, ലാൽ, റാഫി മക്കാട്ടിൻ, ഷാഫി എന്നീ പറയുന്ന ആളുകളുടെ സിനിമകൾ എന്ന് പറയുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ അത്യന്തം ആവേശത്തോടെ സ്വീകരിച്ച സിനിമകളാണ്. 2001 വൺ മാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതിന്റെ തിരക്കഥ റാഫി മക്കാട്ടിനായിരുന്നു. വ്യത്യസ്തമായ ശൈലിയിലുള്ള ആ സിനിമ വലിയ ഹിറ്റായി മാറി, സൂപ്പർ ഹിറ്റായി. ലാലിന്റെയും ഇപ്പോൾ ശ്രീ ഹരിശ്രീ അശോകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഹരിശ്രീ അശോകൻ, നമ്മുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചിരിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഷാഫിയെ ഒരുപാട് വർഷങ്ങൾ നാട്ടുകാരൻ കൂടിയാണ്. സംവിധാന രംഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ്.